മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പ്രഭാതങ്ങളും നനുത്ത സന്ധ്യകളും നമുക്ക് സമ്മാനിക്കുന്നു നമ്മുടെ ഭൂമി. നദികളും പുഴകളും നിറഞ്ഞ ഗ്രാമങ്ങൾ നഗരങ്ങളായി. നഗരങ്ങൾ വികസിച്ചു തുടങ്ങി. മാലിന്യങ്ങൾ നിറഞ്ഞ പുഴകളും അഴുക്കുചാലുകളും മാത്രമുള്ള മലയാള നാടായി. പച്ച പുതച്ച മലമ്പാതകൾ ഇരുവശത്തും മാലിന്യ കൂമ്പാരങ്ങളാൽ നിറഞ്ഞ റോഡുകളായി. മാലിന്യ സംസ്കരണം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അത് പരിഹരിക്കണമെങ്കിൽ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും തുടങ്ങണം. മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, മന്ത്, വയറുകടി, കോളറ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിസൂക്ഷ്മ ജീവികളായ ബാക്ടീരിയ, വൈറസ് മുതലായ ഏകകോശ ജീവികൾ മൂലമാണ്. രോഗിയുടെ ശരീരത്തിൽ നിന്ന് ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് പലപ്പോഴും ശുചിത്വമില്ലായ്മ മൂലമാണ്. രോഗിയുടെ മലം, മൂത്രം, കഫം തുടങ്ങിയ വിസർജ്യ വസ്തുക്കളിൽ രോഗാണുക്കൾ ഉണ്ടാകും. മലിനമായ ചുറ്റുപാടുകളിൽ ഈ രോഗാണുക്കൾ പെരുകുന്നു. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും പരിസര ശുചിത്വവും വഴി ഇവയെല്ലാം തടയാനാകും. ആദ്യമായി ജലസ്രോതസ്സുകളുടെ ശുചീകരണത്തെക്കുറിച്ചാവാം. ജീവന്റെ ഉൽപ്പത്തിക്ക് സാക്ഷ്യം വഹിച്ച ജലം. ഓരോരോ തുള്ളിയും വിലപ്പെട്ടതാണെന്ന് നാം പറയാറുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിൽ ഫലവത്താകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വലിയ ഫാക്ടറികളിൽ നിന്ന് മുതൽ അറവുശാലകൾ, വീടുകൾ തുടങ്ങിയവയിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്കോ പരിസര പ്രദേശങ്ങളിലേക്കോ നിക്ഷേപിക്കപ്പെടുന്നു. ഇതുവഴി ജലം മലിനമാവുകയും രോഗാണുക്കൾ പെരുകുകയും ചെയ്യുന്നു. അതിനാൽ 5 മിനിറ്റെങ്കിലും വെട്ടിത്തിളപ്പിച്ച കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. സാധാരണ വീടുകളിലെ ജലസ്രോതസ്സായ കിണർ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ മാരകമായ അനേകം രോഗങ്ങൾ പടരാൻ ഇടയുണ്ട്. ശുചിയായ കിണറിന് ആവശ്യം വേണ്ട ഘടകങ്ങൾ: മാലിന്യ സ്രോതസ്സിൽ നിന്നും 15 മീറ്ററെങ്കിലും അകലെയായിരിക്കണം. കിണർ നന്നായി മൂടി സൂക്ഷിക്കുക. കിണറിന് ചുറ്റും 75 സെന്റിമീറ്ററോളം പൊക്കത്തിൽ ഭിത്തി നിർമ്മിക്കുക. കിണറിന് ചുറ്റും 1 മീറ്ററെങ്കിലും ചുറ്റളവിൽ തറ നിർമ്മിക്കുക. നല്ല രീതിയിലുള്ള ജലനിർഗമന സംവിധാനം അഥവാ ഡ്രെയിനേജ് ഉറപ്പുവരുത്തുക. കിണറിന്റെ ഉൾഭിത്തിയിൽ സിമന്റ് തേപ്പ് ഉണ്ടായിരിക്കുക. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് വിസർജ്യ വസ്തുക്കൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരിയായ വിസർജ്യ മാലിന്യ സംസ്കരണവും വ്യക്തി ശുചിത്വവും വഴി ഈ മലിനീകരണം നമുക്ക് തടയാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി സെപ്റ്റിക് കക്കൂസുകൾ നിർമ്മിക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വിസർജ്യ വസ്തുക്കളുടെ സംസ്കരണം ശരിയായ രീതിയിൽ നിർമ്മിച്ച സെപ്റ്റിക് ടാങ്ക് വഴിയാകണം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, വയറിളക്കം എന്നിവയെ തടയാനാകുന്നു. വീട്ടുപരിസരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പലയിനം കൊതുകുകൾ മുട്ടയിട്ട് പെരുകി ചിക്കൻ ഗുനിയ, മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി മുതലായ രോഗങ്ങൾ പരത്തുന്നു. അടുക്കളയിലെ ദ്രവ്യമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി സോക്കേജ് പിറ്റ് നിർമ്മിക്കാവുന്നതാണ്. അടുക്കളയോട് ചേർന്ന് 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കുക. ഏറ്റവും താഴെ വലിയ കല്ലുകളും മുകളിലേക്ക് വലിപ്പം കുറഞ്ഞ കല്ലുകളും ഏറ്റവും മുകളിൽ വൈക്കോലും പാകി കുഴി നിറയ്ക്കുക. ഇതുവഴി സംസ്കരിക്കപ്പെടുന്ന ജലം കാർഷിക ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. മാലിന്യ കൂമ്പാരങ്ങളും വീടിന് സമീപമുള്ള കുറ്റിക്കാടുകളും കൊതുകുകളുടെ ആവാസ കേന്ദ്രങ്ങളാണ്. ഇവ നശിപ്പിക്കുന്നത് വഴിയും രോഗങ്ങൾ തടയാം. കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയോ അവയിൽ ഗപ്പി മുതലായ ലാർവ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളെ വളർത്തുകയോ ചെയ്യുന്നത് വഴി കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ തടയാനാകും. ജലമലിനീകരണം പോലെ തന്നെ വായു മലിനീകരണവും ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങൾ ശ്വാസകോശ രോഗങ്ങൾക്കും ക്യാൻസറിനും വരെ കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനങ്ങളോടനുബന്ധിച്ച് വ്യാപകമായി പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ രോഗങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവാണ് സുപ്രധാനം. അതുവഴി നമുക്ക് വരമായി കിട്ടിയ നിറങ്ങളും നിറഭേദങ്ങളും നിറഞ്ഞ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. ആരോഗ്യസമ്പൂർണമായ ഒരു പുത്തൻ പുലരിയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം.